നോക്കുമ്പോളേ അയ്യോ മക്കൾ എങ്ങനെ വിഷമിച്ചിരിക്കുന്നേ. അപ്പച്ചി വന്നിട്ട് പോയപ്പോ മുതൽ ശ്രദ്ധിക്കുവാന്നല്ലോ. എടുത്തു വെച്ച ആഹാരവും കഴിച്ചിട്ടില്ല, കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നു. മക്കൾ കരഞ്ഞോ? എന്തോ പ്രശ്നം അമ്മയോട് പറ. അതമ്മേ, അപ്പച്ചി വന്നപ്പം വിശേഷമൊന്നും ആയില്ലേന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞപ്പോൾ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യിപ്പിക്കണം, ഞങ്ങളുടെ വീട്ടിലാർക്കും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ആ നൈസായിട്ട് വന്ന് മച്ചീനെ വിളിച്ചിട്ട് പോയി. എന്നിട്ട് നീ ഇത് കേട്ടിച്ചിട്ട് കരഞ്ഞോണ്ടിരിക്കുക. അവിടെ വരിക, അവർക്ക് കൊടുക്കാനുള്ള ഡോസ് വീടെത്തുന്നതിന് മുമ്പേ കൊടുക്കാൻ വേണം. ഇപ്പൊ വരാവേ, ഇതാണ്. ആ ചേച്ചി വീട്ടിലെത്തിയായിരുന്നോ? ഇല്ല. ആ നന്നായി. പരമനാറി പട്ടി കഴിവേറടാ മോളെ. ആശ്വാസമായി. കേട്ടോ മോളെ, കൊടുക്കാനുള്ള ഡോസ് ഞാനും കൊടുത്തിട്ടുണ്ടേ. ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് എപ്പോഴാണോ പെറാൻ തോന്നുന്നേ അപ്പം പെറ്റാ മതി. ഞങ്ങളുടെ കാലത്തും ഉണ്ടായിരുന്നു ഈ പേറ് കഴിയുമ്പോൾ ഇരിക്കുന്നിരിപ്പിച്ചിരിക്കും, ഇരിക്കുന്നിരിപ്പിക്കറിയും. അന്നൊക്കെ അതിനെ വട്ടെന്ന് പറയും. ഇപ്പൊ എന്തുവാ പോസ്റ്റ് മാർട്ടം ഡിപ്രഷൻ. അപ്പൊ ഇതൊക്കെ താങ്ങാമെങ്കിൽ മാത്രമേ മക്കൾ ഈ പണിക്ക് നിൽക്കാവുള്ളൂ. പിന്നെ ഈ അപ്പച്ചി എന്ന് പറഞ്ഞ സാമാനം നിനക്ക് മുന്നേ ഒരു ആലോചനയായിട്ട് ഇവിടെ വന്നയാ. ഇവക്കടെ സ്വഭാവം ഉള്ളതിനെയൊക്കെ അവക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അമ്മാതിരി പെണ്ണായിരിക്കും. അയ്യോ ഞാൻ കുറെ സഹിച്ചു ചെയ്യുന്നതൊക്കെ. ഇനി എന്റെ ചെറുക്കന്റെ തലയിലോട്ട് ഒരെണ്ണത്തിനെ കെട്ടിവെക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ളൂ. വേണ്ട, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അതിന്റെ കലിപ്പായപ്പോ നിന്റെ അടുത്ത് വന്ന് ഒതുക്കിയത്. പിന്നൊരു കാര്യം, ഇനി ആരെയും ചൊറിയുന്ന വർത്താനമായിട്ട് വന്നാ മായി വരുന്ന എല്ലാം ഒരു മയോ ഇല്ലാതെ പറഞ്ഞോണം. അമ്മ നോക്കിക്കോളാം. ഇപ്പഴും അമ്മ കൂടെ ഉണ്ടാവണമെന്നില്ല മക്കളെ. മക്കളിനി മുഖമൊക്കെ കഴിയിട്ട് ആഹാരം എടുത്ത് കഴിക്കച്ചൻ. അമ്മ, എനിക്കൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ട്. അതിനെന്താ മക്കള് പോ. ഏട്ടൻ പറഞ്ഞു അമ്മയുടെ സമ്മതം കൂടെ ചോദിക്കാൻ. സമ്മതമോ? മോളെ വെറും പറച്ചിലല്ല കേട്ടോ. എനിക്ക് ഇവിടുത്തെ വിദ്യയെ പോലെ ഉള്ളു നീയും. അപ്പം വീട്ടിലെ ജോലിയൊക്കെ എങ്ങനെയാ? ഞാൻ ചെയ്യും. എന്തോനാടാ നീ പെണ്ണ് കെട്ടാൻ പോയെ? വീട്ടുജോലിക്കാണ് വേലക്കാരെ വെച്ചാ പോലായിരുന്നോ? പിന്നെ അവള് മാസ്റ്റർ ഡിഗ്രി എടുത്ത് ഇവിടുത്തെ വീട്ടുജോലി ചെയ്യാനെ കൊണ്ടില്ലയോ? അതോ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ അമ്മ വെച്ച് വിളമ്പി തരുന്നതിനൊന്നും രുചി കിട്ടുന്നില്ലയോ? അമ്മേ, ഏടാ പോവാനോ? ഞാൻ പറഞ്ഞിട്ട് പോടാ. മോനായി പോയി. അല്ല വല്ല വിഷവും കലക്കി തന്നേനെ ഞാൻ. മോൻ എന്തിനാ ഇടയ്ക്ക് കയറി മിണ്ടാൻ പോയെ? ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലോ സംസാരിച്ചേ. അല്ലെ അവൻ വിചാരിക്കും നമ്മൾ രണ്ടും കയ്യിപ്പാന്ന്. കേട്ടോ മോളെ, റൂമിനകത്ത് എന്തുവാ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. അവൻ എന്തെങ്കിലും പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കുവാണെങ്കിൽ നീ എന്നോട് വന്ന് പറഞ്ഞോണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇനി അഥവാ മേലുപദ്രവം വല്ലതും ആണേ ഇടവും വല്ലതും നോക്കാതെ ചാമ്പിക്കോണം. കേട്ടല്ലോ? മോള് ജോലിക്ക് പോണം. ഇവിടെ കുറെ പേരുണ്ട്. 50 രൂപ തന്നിട്ട് പറയും സൂക്ഷിച്ച് ചെലവാക്കണം. എന്നിട്ട് അതിനകത്തൊന്നും കണക്ക് ചോദിക്കും. ഇനി സാനിറ്ററി പാഡൊക്കെ ഒന്ന് തീരട്ടെ. പൈസ ചോദിക്കണം മേടിക്കാനെ കൊണ്ട്. തുണി വെച്ചോണ്ട് നടക്കാൻ പറയും. അപ്പന്റെ മോനും കണക്കാ. അതുകൊണ്ട് മോള് കിടന്ന് പെടാപ്പാട് പെടുന്ന എനിക്ക് കാണാൻ വയ്യ. നീ ജോലിക്ക് പോകണം. നിന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കണം. എനിക്ക് ആ കാര്യത്തിൽ നിർബന്ധമുണ്ട്. ഏത് കാര്യത്തിലാ അമ്മേ? ഞാൻ അനുഭവിച്ചൊന്നും നീ അനുഭവിക്കാൻ പാടില്ല. അമ്മ, ഞാൻ ചെയ്തോളാം. വേണ്ട മോളെ, കഴിഞ്ഞു. മക്കൾ പോയി 10 മിനിറ്റ് കൂടെ കിടന്നോ. പിന്നെ മുഖം കൊണ്ടാനുള്ള പുതിയ അമ്മ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. പൊക്കോ. ഞാൻ അനുഭവിച്ചൊന്നും നീ അനുഭവിക്കാൻ പാടില്ല.